എല്ലാവർക്കും നമസ്കാരം. റോബ് ഡാൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോഡ്കാസ്റ്റ് ഹോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അതിൽ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് എന്താണോ അത് ഭയങ്കരമായിട്ട് മനസ്സിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പറയുന്ന കാര്യങ്ങൾ സാറിന് പൊതുവെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ വീഡിയോ നമുക്ക് കാണുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ലൈഫിലെല്ലാം ശരിയാകും, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി, നമുക്കത് എല്ലാവരും പറയുന്നൊരു കാര്യം എന്നേ നമുക്ക് തോന്നുള്ളൂ. അതിലെന്തെങ്കിലുമൊക്കെ ഫാക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ മാനസികമായ സമാധാനം അല്ലെങ്കിൽ ഇന്നർ പീസ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാത്തിനും നമുക്കൊരു റീസൺ പറയുന്നുണ്ട് അദ്ദേഹം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. മാനസികമായ സമാധാനം അല്ലെങ്കിൽ ആന്തരികമായിട്ട് നമുക്ക് എങ്ങനെ സമാധാനം കിട്ടും, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എല്ലാം ശരിയായിട്ട് നമുക്ക് സമാധാനം കിട്ടും എന്ന് കരുതി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലം അല്ലെങ്കിൽ മുമ്പത്തെ കുറേ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ കുറേ കാലഘട്ടം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറേ നാൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുണ്ടോ? ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇല്ല. കുറച്ചു കാലം പ്രശ്നം ഉണ്ടായിരിക്കും, പിന്നീട് കുറച്ച് നാൾ സമാധാനമായിട്ടിരിക്കും, വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം സാഹചര്യങ്ങളെല്ലാം ശരിയായിട്ട് നമ്മൾ സമാധാനം കിട്ടാൻ നോക്കിയിരുന്നാൽ വെറുതെ ആയിപ്പോവും. അതിലല്ല സമാധാനം ഇരിക്കുന്നത്. പിന്നെ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ ശരിയാകും എന്ന് കരുതി ഇനിയിപ്പോൾ ശരിയായെന്ന് കരുതുക. ഇപ്പോൾ നല്ല പൈസ ഉണ്ട്, നമുക്ക് നല്ല ഡ്രസ്സ്, ജീവിത സാഹചര്യങ്ങളെല്ലാം നല്ല നമ്മൾ ആഗ്രഹിച്ചതും അതിനു മേലെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നല്ല റിലേഷൻഷിപ്പ്, നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നു, ഇതെല്ലാം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴും ഒരു പ്രശ്നം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചെന്നാൽ ഈ വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം മാറി, നമ്മൾ ആഗ്രഹിച്ച പോലെ ആയി. പക്ഷേ നമ്മളുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും എല്ലാം പഴയതാണ്. പഴയ ആ ചിന്താഗതിയും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം സാഹചര്യങ്ങൾ മാറി എന്ന് പറഞ്ഞാലും നമ്മളുടെ മൈൻഡിൽ വീണ്ടും എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ, എവിടെയൊക്കെയോ ഇതിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മളുടെ മൈൻഡ് മാറാത്തിടത്തോളം കാലം സാഹചര്യങ്ങൾ മാറിയെന്ന് കരുതി പ്രശ്നങ്ങൾ മാറാൻ പോകുന്നില്ല. സാഹചര്യങ്ങളിലല്ല ഇരിക്കുന്നത് നമ്മുടെ